ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ട്രംപ് ചൈനയ്ക്കെതിരെ ഒരു 100% താരിഫ് പ്രഖ്യാപിച്ചിരുന്നു വീക്കെൻഡ്. അതിൽ പ്രകാരം US മാർക്കറ്റ് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. ഈവൻ ക്രിപ്റ്റോയും ഇടിവ് രേഖപ്പെടുത്തി. പിന്നീട് കഥകളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. അതായത് ട്രംപ് സൺഡേ ഈവനിങ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് ഇപ്രകാരമാണ്: ഡോണ്ട് വറി അബൌട്ട് ചൈന, ഇറ്റ് വിൽ ബി ഫൈൻ. കൂടാതെ തന്നെ അദ്ദേഹം ആഡ് ചെയ്തിട്ടുള്ളത് USA വാണ്ട് ടു ഹെൽപ്പ് ചൈന, നോട്ട് ഹേർട്ട് ഇറ്റ്. അതായത് ചൈനേനെ ഹേർട്ട് ചെയ്യാനായിട്ട് അല്ല യുഎസിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ അങ്ങനൊരു ഉദ്ദേശമില്ല. ഇതൊരു സോഫ്റ്റായിട്ടുള്ള ഒരു കമൻറ്റ്. അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഫോമായി. അതിൽ പ്രകാരം US ഫ്യൂച്ചർ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ, കൂടാതെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ ഫ്യൂച്ചർ, നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി, നമ്മുടെ ക്രിപ്റ്റോ എല്ലാം റീബൗണ്ട് ചെയ്തു. അതായത് ഇടിവിൽ നിന്ന് തിരിച്ചു കയറി. നമുക്കൊന്ന് കണ്ടുവരാം ഇതിൻ്റെ കാഴ്ചകളെല്ലാം തന്നെ. ആദ്യം കാണുന്നത് ഏറ്റവും ടോപ്പിൽ ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. 25,310, 98 പോയിൻറ്റ് കയറി. ഡോ ഫ്യൂച്ചറോ ഏറ്റവും ടോപ്പിൽ നിന്നാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചർ 366 പോയിൻറ്റ് കയറി. ബിറ്റ്കോയിനോ 5000 പോയിൻറ്റിൻ്റെ ഒരു കയറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട്. ഗിഫ്റ്റ് നിഫ്റ്റി കാണാം ഏകദേശം 268ഓളം പോയിൻറ്റ് ഫോളായിരുന്നു. ഏറ്റവും റൈറ്റ് സൈഡിൽ കാണാം 100 പോയിൻറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കാണാൻ സാധിക്കും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. ഗിഫ്റ്റ് നിഫ്റ്റി തിരിച്ചു കയറി. ഇതാണ് US സ്റ്റോക്കുകളുടെ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിലെ പെർഫോമൻസ്. എല്ലാം റൈറ്റ് സൈഡിൽ കാണാം 4%. അസഞ്ചറും എൻവിഡിയയും ആമസോണും ഗൂഗിളും ആപ്പിളും എല്ലാം തന്നെ ഭീകര ഇടിവുണ്ടായിരുന്നു. എന്നാൽ എക്സ്റ്റൻഡ് അവേഴ്സിൽ എല്ലാം തിരിച്ചു കയറിയത് കാണാൻ സാധിക്കും. എൻവിഡിയ എല്ലാം തന്നെ 3%, എല്ലാം തന്നെ പെർസെൻറ്റേജ് അവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഫ്യൂച്ചർ എത്ര കയറി? 94 പോയിൻറ്റ് കയറി. അതുപോലെ തന്നെ FTSE CAC 40 ഫ്രാൻസാണ്. അത് മാത്രമാണ് ഇടിവ് തുടരുന്നത്. അല്ലാതെ മറ്റുള്ള യൂറോപ്യൻ മാർക്കറ്റും തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ ഫ്യൂച്ചറും ഗിഫ്റ്റ് നിഫ്റ്റിയും US ഫ്യൂച്ചറും ബിറ്റ്കോയിനും എല്ലാം തന്നെ ഒരു തിരിച്ചു കയറ്റമാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രംപിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരാം. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ, മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, IPO ആവട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഓപ്ഷൻ എല്ലാം വളരെ കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിലെ ലീഡിംഗ് ബ്രോക്കറിലായിട്ടുള്ള അപ്സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാം. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഉണ്ട്. ഫ്രീ ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ബൈസൽ റെക്കമെൻഡേഷൻ എല്ലാം. അവന്യൂ സൂപ്പർ മാർക്കറ്റ് ഇവർ നെറ്റ് പ്രോഫിറ്റ് 4% ഇയർ ഓൺ ഇയർ ഉയർന്നിട്ടുണ്ട്. റവന്യൂ 15% ഉയർച്ച കൈവരിച്ചു. ടാറ്റ ക്യാപിറ്റൽ IPO ഇന്ന് IPO ലിസ്റ്റ് ചെയ്യും. ഇൻഫോസിസ് വാരിസ് എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 117%-ൻ്റെ ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. ഇൻഫോസിസ് ഇവരുടെ കസ്റ്റമർ സൊല്യൂഷൻ ചെയ്യാനായിട്ട് സെയിൽഫോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ടൈപ്പായി. ഫോണിക്സ് മിൽസ് കമ്പനി റീറ്റെയിൽ കൺസപ്ഷൻ 13%-ൻ്റെ വളർച്ച കൈവരിച്ചു. മഹീന്ദ്ര ലൈഫ് സയൻസ് കമ്പനി 800 കോടി രൂപയ്ക്ക് മുംബൈയിലെ മലാഡിൽ അവരൊരു റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. HCC കമ്പനി ഹിൻഡൽക്കോ ആയിട്ട് കൊളാബ് ചെയ്ത് 204 കോടി രൂപയുടെ അലൂമിനിയം പ്രൊജക്റ്റ് ഒഡീഷയിൽ അവർ ചെയ്യുന്നുണ്ട്. NTPC ഗ്രീൻ കമ്പനി ഇവർ എനെക്സ് കോർപ്പറേഷനായിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ക്യാംസ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് കമ്പനി പ്രഖ്യാപിച്ചു. JK എനർജി കമ്പനി 16 കോടി രൂപയിൽ നിന്ന് 36 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഇതാണ് നമുക്കിപ്പോൾ കാണുന്ന സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകൾ. നേരത്തെ കണ്ടപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ചെറിയൊരു തിരിച്ചു കയറ്റം നമ്മൾ അസഫ്റ്റം ഉണ്ട്. ഇനി അത് സസ്റ്റെയിൻ ചെയ്യുമോ അറിയില്ല. ഇന്നലെ വന്ന കഥകളാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. മാർക്കറ്റാണ് ഇപ്പോൾ ട്രംപിൻ്റെ എല്ലാം തന്നെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് മറിയും മാർക്കറ്റ്. അപ്പോൾ എന്താണോ ഏറ്റവും റീസെൻ്റായിട്ടുള്ള കാര്യങ്ങൾ
അത് നമ്മൾ അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുക ചെയ്യാതിരിക്കുകയെങ്കിൽ കൂടിയും കൃത്യമായിട്ട് ന്യൂസുകൾ ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ് നമുക്ക് ട്രെൻഡിന് മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് നമ്മുടെ ന്യൂസ് ഉണ്ട്. ഫോക്കസ് ചെയ്യുക. താങ്ക് യു.